ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡി അങ്കമാലിക്കാരൻ. അപ്പോ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. കുറെ നാളായിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം നമ്മള് കുറച്ച് തിരക്കായിരുന്നു. ഞാൻ പാരീസിൽ നിന്ന് ഇപ്പോ നമ്മുടെ സ്വന്തം നാടായ അങ്കമാലിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോ ഇനി അങ്കമാലിയിലെ കുറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ഇന്ന് തുടങ്ങി നമ്മളൊരു ചെറിയൊരു ട്രാവല്, കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. നമ്മൾ ഈ ട്രാവലിന് ഇട്ട പേര് എന്ന് പറഞ്ഞാൽ ഈറ്റ് ആൻഡ് ട്രാവൽ വിത്ത് എ ഫോറിൻ ഫ്രണ്ട് ആണ്. കാരണം നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്, ബെൻ എന്നാണ് ആളുടെ പേര്. അപ്പൊ ആള് പാരീസിൽ നിന്ന് വരുന്ന ഒരു ഫ്രഞ്ച് സിറ്റിസൺ ആണ്. അപ്പൊ ആളുടെ കൂടെ നമ്മൾ കുറച്ച് കേരളത്തിലെ കുറച്ച് സ്ഥലങ്ങളും പിന്നെ സൗത്തില് ഗോവ, ഹംപി, ബാംഗ്ലൂർ അങ്ങനെ കുറച്ച് സിറ്റീസും കൂടി കവർ ചെയ്ത് നമ്മൾ ചെറിയൊരു ട്രാവലും പിന്നെ കുറച്ച് ഡീറ്റെയിൽ അപ്പൊ അങ്ങനെ ഒരു വീഡിയോ നമ്മള് ഇന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആള് ഇപ്പൊ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എയർപോർട്ടിൽ പോയി ആളെ പിക്ക് ചെയ്തിട്ടാണ് നമ്മള് ജസ്റ്റ് റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് നാളെ തുടങ്ങിയാണ് നമ്മൾ മൊത്തം ട്രാവൽ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ആ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എയർപോർട്ടിൽ എത്തിയെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. രാത്രി എത്തിയപ്പോ തന്നെ ഫ്രണ്ട് ഭയങ്കര ടയേർഡായിരുന്നു. ആള് കിടന്നുറങ്ങി. രാവിലെ തന്നെ ചൂട് പുട്ടും കടലയൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു ഉത്സവം കാണാൻ പോവാണ് ചാലക്കുടിയില്. ട്രാവൽ വിത്ത് എ ഫോറിൻ ഫ്രണ്ടില് നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ ചാലക്കുടി പൂലാനി അമ്പലത്തിലെ ഉത്സവവും കാവടിയാട്ടവും കാര്യങ്ങളെല്ലാം കണ്ടു. രണ്ടാമത്തെ ദിവസം നമ്മൾ അങ്കമാലിക്കും ചാലക്കുടിക്കും ഏറ്റവും അടുത്ത് കിടക്കുന്ന അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവാണ്. കാരണം നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഇത്രയും വലിയൊരു മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോൾസ് കാണിച്ചില്ലെങ്കിൽ അത് മോശം കേടല്ലേ. അപ്പം നേരെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടു രാവിലെ തന്നെ. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഒരു വർക്കിംഗ് ഡേ കൂടി ആയിരുന്നിട്ട് കൂടി നല്ല തിരക്കായിരുന്നു. ഒത്തിരി വണ്ടികൾ കാര്യങ്ങളൊക്കെ, നമുക്ക് പാർക്കിംഗ് തന്നെ നല്ല ദൂരെ നിന്നാണ് കിട്ടിയത്. ഒരുപാട് ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ പറ്റും, ഫാമിലീസും ടൂറിസ്റ്റുകളും എല്ലാവരുമായിട്ട്.
വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ശരിക്കും അറിഞ്ഞത്. കാരണം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർ. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, വെള്ളത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടെല്ലാം ഒത്തിരി ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ അതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര തവണ കണ്ടാലും അതിന് ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യും. കാരണം വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത്ര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തുനിന്നുള്ള വ്യൂ കാണാൻ വേണ്ടി താഴത്തേക്കും പോയിരുന്നു. ഫ്രണ്ടിന്റെ ആദ്യത്തെ സ്പോട്ടിൽ തന്നെ ആൾ ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിരപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വാഴച്ചാൽ പോയി. പക്ഷെ വാഴച്ചാൽ ഞങ്ങൾ ഇറങ്ങിയില്ല, കാരണം ജസ്റ്റ് പോയി. ഇപ്പൊ പെട്ടെന്ന് വിശപ്പിന്റെ വിളി വന്നു. നേരെ ചാലക്കുടി പാരഡൈസിൽ പോയി. അവിടുത്തെ പൊറോട്ടയും ബീഫും അതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് അവരുടെ പൊറോട്ടയും ബീഫും അടിപൊളിയാണെന്ന്. അതുകൂടാണ്ട് അവിടെ നിന്ന് ഒരു ഷവർമയും കൂടി ഓർഡർ ചെയ്തു. പ്ലേറ്റ് ഷവർമയാണ്, നല്ല ക്വാണ്ടിറ്റിയും നല്ല ടേസ്റ്റും ഉള്ള ഒരു ഷവർമ കൂടിയായിരുന്നു. അപ്പോൾ ഫുഡിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ചാലക്കുടി അമ്പ് കാണാനാണ്. കാരണം നമ്മുടെ നാട്ടിലൊരാൾ വന്നിട്ട് എല്ലാ ടൈപ്പ് ഫെസ്റ്റിവലും നമ്മൾ കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ കിളി പോയി. അതുകൂടാണ്ട് ഒത്തിരി ആൾക്കാർ, ചാലക്കുടി അമ്പിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാറുണ്ട്. നമ്മളൊക്കെ വെറുതെ നിന്നാൽ മതി, ആൾക്കാർ നമ്മൾ തള്ളി ലൈനിൽ കൂടെ കൊണ്ടുപോകും. അതിന് മാത്രം ആൾക്കാരായിരുന്നു. ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ പകുതി കിളി അതിൽ കൂടെയൊക്കെ പോയി. അപ്പോൾ ചാലക്കുടി പള്ളിയിലെ അമ്പ് കാര്യങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ, ഈറ്റ് ആൻഡ് ട്രാവൽ വിത്ത് എ ഫോറിൻ ഫ്രണ്ടിന്റെ ആദ്യത്തെ വീഡിയോ നമ്മൾ ഇവിടെ ഫിനിഷ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഫിനിഷ് ആകുന്നില്ല, നമ്മൾ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.